ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ കാട്ടിപ്പറമ്പൻ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. ഇതിനു മുമ്പ് നമ്മൾ ഇതിന് ഷോർട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ആദ്യമായിട്ടാണ് നമ്മുടെ ലോങ് വീഡിയോ. അത് ലോങ് വീഡിയോ നമ്മൾ മൈൻക്രാഫ്റ്റിലാണ് തുടങ്ങിയിരിക്കുന്നത്. നേരത്തെ വീഡിയോ നമുക്കെന്തോ ഗെയിമിനെ പറ്റി തന്നെയായിരുന്നു. ഈ വീഡിയോ ഗെയിമിനെ പറ്റി തന്നെയാണ്. ഇപ്പോഴത്തെ വീഡിയോ നമ്മൾ ഗെയിമിംഗ് വീഡിയോ തന്നെ ഇറക്കണമെന്നില്ല. വേറെ വേറെ ടൈപ്പ് വീഡിയോസ് ഒക്കെ ഇറക്കും. നാളെ ചിലപ്പോൾ ക്രാഫ്റ്റിംഗ് ആയിരിക്കും, മറ്റന്നാൾ ചിലപ്പോൾ അങ്ങനെ വേറെ വല്ല ഐറ്റംസ് ഒക്കെ ആയിരിക്കും നമ്മൾ ഇറക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഗെയിമിംഗ് തന്നെ പിടിച്ചിരിക്കാൻ പോകുന്നത്. നമുക്ക് ഈ ഗോൾഡ് നമ്മൾ അവിടെ വെച്ച് നമ്മുടെ കേവിൽ ഇറങ്ങിയായിരുന്നു. ഇതിന് മുമ്പ് 2-3 പ്രാവശ്യം നമ്മുടെ വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് പക്ഷെ പറ്റിയില്ല. ഇപ്രാവശ്യമെങ്കിലും നമുക്ക് ആ ഗോൾഡ് എടുക്കണം. ഇതിനു മുമ്പ് ഞാൻ 3 പ്രാവശ്യം പോയിട്ടും നമുക്ക് ആ ഡ്രോണിന്റെ സോംബിനെ വെട്ടിച്ച് നമുക്ക് ആ ഗോൾഡ് ഓർ നമുക്ക് പൊളിക്കാൻ പറ്റിയിട്ടില്ല. നമ്മ അങ്ങോട്ട് പോകാനുള്ള എല്ലാ വെപ്പൺസും നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ നമുക്കത് അൺലോക്ക് ആക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് നമുക്ക് അൺലോക്ക് ആക്കണ ഇതുവരെ വീഡിയോ ഇറങ്ങാത്ത. അപ്പൊ ഇത് നമ്മുടെ ഈ വീഡിയോ നമുക്ക് ഇതൊരു റിവെഞ്ച് വീഡിയോ ആണ്. നമ്മുടെ ആദ്യത്തെ വീഡിയോമാണ് ഇത്. നമ്മുടെ ഗോൾഡ് ഓറിന് വേണ്ടിയുള്ള ഒരു റിവെഞ്ച് വീഡിയോ ആണ്, ഡ്രൗണ്ട് സോംബിക്കെതിരെയുള്ള. അപ്പോൾ ഇതെന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉറപ്പായിട്ടും ഞാൻ അവിടെ പോയി കേവിൽ ഇറങ്ങി മോബ്സ് ഉണ്ടെങ്കിൽ അതിനെല്ലാം വെട്ടിച്ച് നമ്മുടെ ഗോൾഡിന്റെ ഓർ എടുത്തിട്ട് വന്നതായിരിക്കും. അപ്പൊ നമുക്കൊരു സോഡ് കയ്യിൽ കരുതാം, പെട്ടെന്ന് നല്ല മോബ് വന്ന. അപ്പൊ നമ്മുടെ ഈ വീഡിയോ അധികം നേരം ഇങ്ങനെ വെക്കുന്നില്ല, എന്ന് വെച്ചാല് വെക്കാൻ പറ്റില്ല. നമ്മുടെ സ്ക്രീൻ റെക്കോർഡിങ്ങിന് അധികം നേരം സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നമ്മുടെ സ്ക്രീൻ റെക്കോർഡിങ് എററായി പോകും. അതുകൊണ്ട് പിന്നെ നമുക്ക് അത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ പുറകെ വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ അടുത്തേക്ക് അടുപ്പിക്കണ്ട. നമ്മ എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കേവിൽ ഇറങ്ങും. കേവിലിറങ്ങി അവിടെ ഇരുട്ടാണല്ലോ, തായാലും നമുക്കിട്ട് പണി കിട്ടും. എന്തായാലും നമുക്ക് കേവിൽ ഇറങ്ങാം അധികം താമസിക്കാതെ. നിങ്ങള് കേവിലോട്ട് ചാടാൻ പോവാണ് ഗൈസ്. അയ്യോ, റോ മട്ടനായിരുന്നു കയ്യിലിരുന്നത്. നമുക്ക് അത് കയ്യിൽ കിട്ടിയത് നമ്മുടെ അടുത്ത് തന്നു. ഈ വെള്ളത്തിന്റെ കുറച്ച് അടുത്തേക്കുള്ള ഭാഗത്താണ് നമ്മുടെ ഓറ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. അവന്റെ മുമ്പിൽ 2-3 ഡ്രോൺ സോംബി ഉണ്ടായിരുന്നു. നമ്മ ഇതുവരെ അവിടെ ഡ്രോൺ സോംബിയാണ് നമ്മൾ അങ്ങോട്ട് കടത്താൻ സമ്മതിച്ചത്. പോകുമ്പോ ശൂലം പോലത്തെ ഒരു സാധനം കൊണ്ട് ഒറ്റ കുത്തുകൾ നമ്മള് അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ട് അവർ തീർത്ത് കളയോട്ടെ. ഇപ്രാവശ്യം നമ്മ അത് വന്നു കഴിഞ്ഞാല് ഉറപ്പായിട്ട് ഇതാണ് കഴിച്ച് നമ്മുടെ ആ സ്ഥലം. ഇത് കൂടാണ്ട് നമ്മ ഇതിന്റെ ബാക്കില് അവിടെ ഒരു ഓറ് കണ്ടിട്ടുണ്ട്. നിൽക്കാൻ പറ്റില്ല. അതിന്റെ മുകളിൽ നമ്മ സ്റ്റോർസും വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല അവിടെ ആ ഗോൾഡ് ഓറ് വെച്ചേക്കെന്ന് പറഞ്ഞാല് ഒരു 1 ബ്ലോക്കിലാണ്. 1 ബ്ലോക്ക് എന്ന് പറയുമ്പോ വെള്ളം 1 ബ്ലോക്ക്, വെള്ളം ഒരു 1 ബ്ലോക്കിലേ ഉള്ളൂ. ഇങ്ങനെ ഡബിൾ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ മുക്കാൻ പറ്റും. 1 ബ്ലോക്കിൽ മുക്കാൻ പറ്റില്ല. 1 ബ്ലോക്ക് ഗെയിം അല്ല കേട്ടോ ഉദ്ദേശിച്ച. 1 ബ്ലോക്ക് നിൽക്കുന്ന വെള്ളത്തിൽ നമുക്ക് മുങ്ങേണ്ട ആവശ്യമില്ല, അത്ര ആഴില്ല. ഡബിൾ ബ്ലോക്ക് ഇതിപ്പോ ഇപ്പൊ ഞാൻ നിക്കാൻ പോകുന്നത് ഇത് 1 ബ്ലോക്ക് ആണ്. നമ്മൾ നിക്കുന്നത് ഇത് താഴത്തേക്ക് ഇറങ്ങിയ ഡബിൾ ബ്ലോക്ക് ആണ്. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ സോംബിക്ക് പിടിക്കാൻ പറ്റും, അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും അവിടെ നിക്കട്ടെ. നമുക്ക് നമ്മുടെ വിശപ്പ് കൂടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വിശപ്പ് കൂടണതിന് മുമ്പ് നമുക്ക് ആ ഓറെടുത്ത് നമുക്ക് രക്ഷപ്പെടാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്ര ഉണ്ടാവുള്ളൂ. നമുക്ക് ഇന്നത്തെ ഒരു റിവെഞ്ച് ആണത്. ഓറെടുക്കണമെന്നുള്ള എന്റെ കഠിനമായ ഒരു ആഗ്രഹമാണ്. അവിടെ കണ്ടിട്ട് എനിക്ക് എടുക്കുന്നതിൽ ഇത്രയും നാള് നല്ല സങ്കടമുണ്ട്. അന്നുള്ള അത്ര സങ്കടമൊന്നും ഇല്ല. പിന്നെ ഇത് ഗെയിം ആയതുകൊണ്ട് അത്ര സങ്കടം വരുന്നില്ല. കണ്ട ഇവിടെ കുറച്ചേരം പൊങ്ങി എയർഫില്ലാവട്ടെ. ഈ ഗോൾഡ് ബ്ലോക്ക് അങ്ങോട്ട് പൊളിക്കാം. നിങ്ങളുടെ ടെംപ്ലേറ്റിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എല്ലാവർക്കും ടെംപ്ലേറ്റിൽ കിട്ടണമെന്നില്ല, ചിലപ്പോ കിട്ടിയേക്കാം.
കുറെ നാളത്തെ ആഗ്രഹം നമ്മളൊന്ന് കുറെ നാളത്തെ അല്ല കുറെ വീഡിയോയുടെ ആഗ്രഹം നമ്മളൊന്ന് സഫലമാക്കിയിരിക്കുകയാണ്. അപ്പൊ നമ്മള് കുറെ വീഡിയോകളായിട്ട് പരിശ്രമിച്ചുകൊണ്ടേ ഗോൾഡ് ഓർ എടുക്കണം ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഗ്രൗണ്ട് സോംബി കിടന്ന് കറങ്ങി കറങ്ങി നമ്മളുടെ ഒറ്റ കുത്തുകൂട്ടി നമ്മളെ ചാവുന്നവരെ നമുക്കത് എടുക്കാനായിട്ട് സമ്മതിക്കാറേ ഇല്ല കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഗ്രൗണ്ട് സോംബി കണ്ടില്ലേ, ഗ്രൗണ്ട് സോംബി കണ്ടില്ല, അത് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഗ്രൗണ്ട് സോംബിനെ കണ്ടില്ല, അതുകൊണ്ട് നമ്മുടെ ലക്ക്. അത് കണ്ടെച്ചെങ്കിൽ ഞാൻ റിവെഞ്ച് എടുത്ത് പൊട്ടിച്ചേ. ക്രീപ്പർ വരുന്നുണ്ട്, ക്രീപ്പറിന് വരുന്നുണ്ട് ഗൈസ്. ക്രീപ്പർ നമ്മൾ വെള്ളത്തിൽ കയറിട്ട് പൊട്ടണമെങ്കിൽ നമുക്ക് പണി കിട്ടും. എന്തായാലും ക്രീപ്പർ നമ്മൾ അടുത്തേക്ക് വരട്ടെ. പൊട്ടിക്കോ 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 പൊട്ടിക്കോ. നമ്മളെ ക്രീപ്പർ അവിടെ ഇരുന്ന് പൊട്ടിയിട്ടുണ്ട്. ബ്ലോക്ക് കിട്ടി, നമ്മൾ ആ ബ്ലോക്ക് എക്സ്ചേഞ്ച് ചെയ്തു. എവിടെയോ സോംബി സ്പോൺ ആയിട്ടുണ്ട്, എവിടെയാണെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ ഇപ്പൊ വൈൻഡപ്പ് വെച്ചാൽ നമ്മുടെ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ സ്ക്രീൻ റെക്കോർഡ് ായി പോകും. ഓവർ ടൈമിങ് എടുത്തു കഴിഞ്ഞാൽ എത്ര മിനിറ്റ് എടുത്തു വന്നത് എന്തോ 15 മിനിറ്റ് വരെ എടുത്തു. അതുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. നമ്മൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര അറിയില്ല, ഷോർട്ടല്ലേ ഉദ്ദേശിച്ചത്, കുറവ് മിനിറ്റ് ഉള്ള വീഡിയോ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇതേലും കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോ കഴിച്ച് ഞാൻ കുറെ പ്രാവശ്യം അത് ഇത് കിട്ടി പോയാ പോയി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ അത് ട്രൈ തന്നെ കിട്ടിയാ. ഇപ്പൊ രാത്രിയാണ് ഞാനിപ്പോ ഷൂട്ട് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത്. അതുകൊണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് തീർത്തിട്ട് പോയി കിടന്ന് ഉറങ്ങണം. നാളെ നമ്മൾ എണീറ്റ് അങ്ങനെ ക്രാഫ്റ്റിംഗോ അങ്ങനെ വല്ലതും നോക്കാം. ക്രാഫ്റ്റിംഗിലാണെങ്കിൽ ഞാൻ ഒരു ഐറ്റം കണ്ടുവച്ചിട്ടുണ്ട്, ഇൻഫിനിറ്റി ക്യൂബ് എന്ന് പറയും. അങ്ങനെ കുറച്ച് അറിയാൻ പറ്റും. അപ്പം നമ്മുടെ ഈ ചെസ്റ്റില് അങ്ങനെ രണ്ടാമത്തെ ഗോൾഡിന്റെ ഓറ് നമ്മൾ അങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നു ഗൈസ്. അപ്പൊ എനിക്ക് രോമാഞ്ച കഞ്ചുകനായിരിക്കുന്നു ഗൈസ്. ഞാൻ എന്തൊക്കെ പറയാൻ, നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു റിവെഞ്ച് വീഡിയോ ആയിരുന്നു ഗോൾഡിന് ഓറിന് വേണ്ടി ഡ്രൗൺ സോംബിക്കെതിരെ. എന്തായാലും നമ്മൾ ഡ്രൗൺ സോംബി ഒന്നില്ല, സാഡായി പോയി. അതിന് കുഴപ്പമില്ല, നമ്മുടെ റൈറ്റിംഗ് ടൈറ്റിൽ മേൽ ഞാൻ എഴുതിയിട്ടുണ്ടാവും മൈ ഫസ്റ്റ് ലോങ് വീഡിയോ എന്നും പറഞ്ഞുകൊണ്ട്, പിന്നെ റിവെഞ്ച് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി എഴുതി വെക്കും. അപ്പോൾ ഇതേപോലത്തെ വീഡിയോകൾ ഇനിയും വരുന്നവരെ എല്ലാവർക്കും ബൈ.